ഹലോ ഗൈസ്, മാളവിക അനിൽകുമാറിൻ്റെ നിപ്പിൾ വിഷയം സോഷ്യൽ മീഡിയയിൽ കടന്നിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ ആയിട്ട് ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതായത് ഇത് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 7 വിന്നറായിരുന്നു മാളവിക അനിൽകുമാർ. അവർ മ്യൂസിക് ക്ലാസ്സുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ. അതേപോലെ അവർ വ്ളോഗുകൾ ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ, പിള്ളേരെ പഠിപ്പിക്കുക. അതേപോലെ കുറേ പാട്ടുകൾ പാടുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എല്ലാവരെയും പോലെ തന്നെ. അപ്പോൾ അവർ നല്ല രീതിയിൽ ആക്റ്റീവാണ്, സോഷ്യലി ആക്റ്റീവാണ്. അതേപോലെ തന്നെ അവർ ഒരുപാട് യാത്ര ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരുത്തിയാണ്. അപ്പോൾ പല ആളുകൾക്കും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വളരെ ഇൻസ്പിറേഷനായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിന്ന് ഇൻസ്പയർഡ് ആയിക്കൊണ്ടിരിക്കുന്നത് പെൺകുട്ടികൾ. അപ്പോൾ അവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ ന്യൂ ഇയറിന് അവരെടുത്ത തീരുമാനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോൻ്റെ അവസ്ഥ എന്താ വെച്ചാൽ, അവരൊരു ബ്ലാക്ക് ടീഷർട്ട് ഇട്ടിട്ടാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ ന്യൂ ഇയറിന് ഈ വർഷം 2026 അവർക്ക് ലൈഫ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം, കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കണം, ഹാപ്പിനെസ്സിന് വേണ്ടി ടൈം കണ്ടെത്തണം. ഫോറിൻ ട്രിപ്പുകൾ മുടങ്ങി കിടക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകണം. അവർക്ക് ഒന്നല്ലെങ്കിൽ ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ, എന്ന് വെച്ചാൽ അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ. അതുപോലെ തന്നെ അവർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, ടീച്ചിങ് ഒന്നുകൂടി സീരിയസ് ആയിട്ട് എടുക്കണം, കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട്, പാട്ടുകൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് പറഞ്ഞത്. എന്നിട്ട് അവർ മേക്കപ്പ് ചെയ്യുന്നതിലൊരു സംഗതി ഉണ്ടായിരുന്നു, അതൊരു ഡാൻസ് കളിക്കുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് അവസ്ഥ ഉണ്ടായിരുന്നു, പബ്ബ് എന്താ തോന്നുന്നു അവിടെ ഡാൻസ് കളിക്കണതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ വീഡിയോ കണ്ടിട്ട് ചിലവന്മാരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ശ്രദ്ധിച്ചത്, ചിലവന്മാർ മാത്രമല്ല കേട്ടോ, ചിലവളുമാരുണ്ട്, ആണുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിനക്ക് ഒരു ബ്രാ ഇട്ടോടെ, നിൻ്റെ നിപ്പിൾ കാണണു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഒരു മറുപടി എന്നുള്ള രീതിയിൽ അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവർ ചേട്ടന്മാരെ നിന്ന് അഭിസംബോധന ചെയ്തിട്ടോ, എന്താ ചേച്ചിമാരെ നിന്ന് അഭിസംബോധന ചെയ്യാത്തതെന്ന് മനസ്സിലാവില്ല, അതും കൂടി ചേർത്തിട്ട് വേണ്ടേ അഭിസംബോധന ചെയ്യാൻ. എന്തായാലും ചേട്ടന്മാരെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട്. ഇതാണ് നിപ്പിള്, ഇതാണ് ബ്ര, ഞാൻ ബ്ര ഇട്ടുണ്ട് പറഞ്ഞിട്ട് ബ്രയുടെ സ്ട്രാപ്പൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവർ പറയും, നിങ്ങളൊരു പണി, നിങ്ങളുടെ ടോക്സിറ്റി സംഭവം ഉണ്ടല്ലോ, അപ്പോൾ ഈ 26 നിങ്ങൾ റിപ്പബ്ലിക് ഡേക്ക് റിപ്പബ്ലിക് ഡേക്ക് എന്നല്ലേ പറയണേ, നിങ്ങളൊരു തീരുമാനം എടുക്കില്ല. എന്താണ് ഈ നിപ്പിൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടിച്ച് വെക്കണ ഒരു സാധനം ഉണ്ട് ഇത്രേ, അപ്പോൾ ആ സാധനം നിങ്ങൾ ഒട്ടിച്ച് വെക്കിൻ എന്നുള്ളൊരു സാധനം അവർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അവരൊരു വീഡിയോ. എന്നിട്ട് അവർ വളരെ ഫണ്ണി ആയിട്ടുള്ള രീതിയിൽ, തഗ്ഗായ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതായത് സ്ത്രീകൾ നിപ്പിൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ബ്ര ഇടുന്നത്, പിന്നെ എന്തിനാണ് അവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, മസിൽസ്, പ്രത്യേകിച്ച് 2 പ്രസവിച്ച ആളുകൾക്ക് എന്ന് വെച്ചാൽ ബ്രസ്റ്റ് മസിൽസൊക്കെ തൂങ്ങും, അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ര ഇടുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഫ്രസ്ട്രേഷൻ, നെഗറ്റിവിറ്റി, ഇത് നിങ്ങളുടെ വീട്ടുകാരെയൊക്കെ ബാധിക്കൂലേ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾ അവരുടെയൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു വിഷയത്തെ 1-2 തരത്തിൽ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് കേസ്. അപ്പോൾ മാളവിക അനിൽകുമാർ അങ്ങനെയുള്ള പെർവേർട്ടുകൾക്ക്, അല്ലെങ്കിൽ അങ്ങനെ അവരുടെ ബോഡി പാർട്സിനൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്, അവർ പറഞ്ഞ കണ്ടൻറ്റൊന്നല്ല നോക്കുന്നത്, അവർ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലേക്കാണ് ആളുകൾ പലരും നോക്കുന്നത്. അപ്പോൾ ആ കമൻറ്റ് കൊടുത്ത അടിപൊളിയായി. അപ്പോൾ അതിന് പ്രത്യേക കൺഗ്രാറ്റ്സ്, കുഡോസ് ടു മാളവിക അനിൽകുമാർ. അതിൻ്റെ വേറൊരു കാര്യമുണ്ട് കേസ്, ഇതിപ്പം സ്ത്രീകൾക്ക് മാത്രമൊന്നുമല്ല കേട്ടോ, പല ആളുകൾ, എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള പല ആളുകൾ എന്താ വെച്ചാൽ, ഞാൻ പറയുന്ന കണ്ടൻറ്റ് എന്തെങ്കിലും ഒരു പോയിൻ്റ് ഉണ്ട്, അതൊന്നും നല്ല വലിയ ശ്രദ്ധിക്കുക. അവർ പറയും, പല്ലെന്താ കെട്ടാത്തത്, പോയി പല്ല് കെട്ടടാ, പിന്നെ അപ്പനെ അമ്മയ്ക്കൊക്കെ വിളിക്കുക, അത് വേറെ കാര്യം. ബോഡി ഷെയിം ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കലാപരിപാടികളൊക്കെ വരുന്നുണ്ട്. കറുത്തോനാണെന്ന് പറയുക, പ്രത്യേകിച്ച് പല്ലിനെ കുറിച്ചിട്ട് പറയുക, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ. അപ്പോൾ സ്ത്രീകളിൽ പല രീതിയിൽ ബോഡി ഷെയിം ചെയ്യുന്നുണ്ടായിരിക്കും, അതേപോലെ സെക്ഷുവലി രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരിക്കും. പിന്നെ അവനവൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കുക, ചിലർ വെള്ളം അടിച്ചിട്ടൊക്കെ ആയിരിക്കും, ചിലപ്പോൾ കിറങ്ങിയിട്ട് ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു തേപ്പ് കിട്ടിയ ഒരു അവസ്ഥയിലായിരിക്കും, അല്ലെങ്കിൽ സ്ത്രീകളോട് മൊത്തത്തിൽ ദേഷ്യമുള്ള ആളുകളുണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ, ചിലൊരു ഏട്ടൻ ചമയണ രീതിയിലുള്ള ചില ആളുകളുണ്ടാവും, ചില ആങ്ങളമാരുണ്ടാവില്ലേ, ഓൺലൈൻ ആങ്ങളമാർ, അവരൊക്കെ ആയിരിക്കും ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്ന പല ആളുകൾ. അങ്ങനെ പല രീതിയിൽ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കും. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുന്നത്, ഈ ആണുങ്ങൾ പെണ്ണുങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന പോലെ പെണ്ണുങ്ങൾ ആണുങ്ങളെക്കുറിച്ചും പറയാനുള്ള സാധ്യതയുണ്ട് കേസ്. പലപ്പോഴും ഇങ്ങനെ ഈ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ബോഡി ഷെയിം ചെയ്യുന്ന രീതിയിലൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി ബോഡി ഷെയിമിങ്ങും നിപ്പിളിനെ കുറിച്ച് പറഞ്ഞതും ഒരേ തട്ടിൽ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്കറിയില്ല, കാണാൻ പറ്റുന്നില്ലായിരിക്കും, രണ്ട് തരത്തിലുള്ള വിഷയമായിരിക്കും. പക്ഷേ ഞാനിവിടെ പറഞ്ഞു വരുന്ന മെയിൻ പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ നമ്മളൊരു വീഡിയോ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ വരും, ഞാൻ യൂട്യൂബിലാണ് കൂടുതൽ ആക്റ്റീവായിട്ടുള്ളത്, അപ്പോൾ അത് വെച്ചിട്ട് പറയുന്നത്. അപ്പോൾ അവരെന്താ വെച്ചാൽ, നമ്മൾ പറയണ കാര്യമല്ല പലരും ഇവർ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അതിനല്ല അത്ര പ്രാധാന്യം കൊടുക്കുക.
അവർ നമ്മുടെ അപ്പിയറൻസിന് പ്രാധാന്യം കൊടുക്കുക. നമ്മൾ ഇട്ട ഡ്രസ്സ്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, അതായത് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട്, അതേപോലെ അവർക്ക് ഇഷ്ടമല്ലാത്തൊരു കണ്ടൻറ്റാണ്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സംഗതി ചെയ്യുകയാണെങ്കിൽ അവർ അഹങ്കാരിയായി, പിന്നെ അതിനെ തകർക്കാൻ വേണ്ടി, നമ്മുടെ കോൺഫിഡൻസിനെ തകർക്കാൻ വേണ്ടിയിട്ട് നമ്മളിൽ എന്തെങ്കിലും കുറ്റം അവർ കണ്ടുപിടിക്കും. ഒന്നും കണ്ടില്ലെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം പറയും, അപ്പോൾ അവർ ബോഡി ഷെയിം ചെയ്യും. അപ്പോൾ അവർക്ക് മൂക്ക് ഇഷ്ടാവില്ല, നിപ്പിൾ കാണണം എന്ന് പറയും, പല്ല് ശരിയാവില്ല, അങ്ങനെ ഇങ്ങനെ കളറ്, ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങളുണ്ടായിരിക്കും. അത് അവർ കാണുന്ന കുറേ കാര്യങ്ങളാണ് കേസ്. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം പറയട്ടെ കേസ്, ഇങ്ങനെ ഒരു സംഗതി ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീവേജ് കാണിച്ചുകൊണ്ടും നിപ്പിൾ കാണിച്ചുകൊണ്ടും അല്ലെങ്കിൽ അങ്ങനെ രീതിയിൽ എക്സ്പോസ്ഡ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊരു വേറെ കാര്യം. അങ്ങനെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാളവിക അനിൽകുമാർ അങ്ങനെയുള്ള ഒരാളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാളവിക അനിൽകുമാർ വളരെ ജെനുവനായി അവരൊരു കാര്യം, ഒരു കണ്ടൻറ്റ്, അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം കണ്ടൻറ്റ് റെൻഡർ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. വളരെ കോൺഫിഡൻ്റ് ആയ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇപ്പോഴും കോൺഫിഡൻസ് ഒന്നുമില്ല, ഒരു ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടായപ്പോൾ അതിനൊക്കെ തരണം ചെയ്ത് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ച, മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്ന, ഒരു ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള ഒരു മുപ്പത്തിയേരുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിലും ഇത് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുമ്പോൾ നമുക്കും ഇങ്ങനെ തോന്നൂലേ മാളവിക അനിൽകുമാറിനെ പോലെ ഒരു ലൈഫ് കിട്ടി അടിപൊളിയാവും, അല്ലെങ്കിൽ അവരൊരു ഇൻസ്പിറേഷനാണെന്നൊക്കെ. അത് നമ്മളങ്ങനെയല്ലേ, നമ്മൾ ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് നമ്മളൊരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടിരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള ഒരു പ്രശ്നത്തെ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്കെങ്കിലും ഒരു മോട്ടിവേഷനായിട്ടൊക്കെ ഇൻസ്പിറേഷനായിട്ടൊക്കെ മാറുന്നുണ്ടായിരിക്കും. ഞാൻ ആ ഒരു പോയിൻ്റാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഓൺലൈനിൽ ഇങ്ങനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ബോഡി ഷെയിം ചെയ്യുന്ന രീതിയിലും സെക്ഷുവലൈസ്ഡ് ആയിട്ട് നമ്മളെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാ ജെൻഡറിലുള്ള ആളുകളും ഉണ്ട് കേസ്, മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഭീകരമാണ്. യൂട്യൂബിനേക്കാൾ കൂടുതൽ, ഫേസ്ബുക്കിനേക്കാൾ കൂടുതൽ ഇൻസ്റ്റഗ്രാമിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പല ആളുകളും അങ്ങനെ. പിന്നെ കുറേ ഓൺലൈൻ അമ്മായിമാരും ഉണ്ട്. അയ്യോ, അവരാണ് ഫേസ്ബുക്കിൽ, അവരാണ് കുറേ സദാചാരം പറഞ്ഞിട്ട് ഡ്രസ്സിങ് ശരിയല്ലെങ്കിൽ അത് അങ്ങനെ ഇങ്ങനെ. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരത് കാണുകയും ചെയ്യും, അതാണ് സംഭവം, ഇതൊരു കുറ്റം പറയും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ആളുകൾ ഒക്കെ ഉള്ള ഒരു സ്പേസാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് തക്കതായ ഒരു മറുപടി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മാളവിക അനിൽകുമാറിന് പറയാൻ സാധിച്ചു. ഈ ഒരു കോൺഫിഡൻസ് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എത്ര അടിപൊളിയായിരുന്നു. അപ്പോൾ എനിക്കൊക്കെ ചില സമയത്ത് തോന്നുന്നുണ്ട്, എന്നൊക്കെ ബോഡി ഷെയിം ചെയ്യുന്ന സമയത്ത് ചില സമയത്തൊക്കെ എനിക്ക് സങ്കടവും, ചില സമയത്തൊന്നും വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. അതായത് നമ്മുടെ ഒരു മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് ചിലപ്പോൾ നമുക്കൊരു മോശം ദിവസമായിരുന്നു, അല്ലെങ്കിൽ ഒരു ബാഡായിട്ടുള്ളൊരു സ്റ്റേജിൽ കൂടെ നമ്മൾ പോയോണ്ടിരിക്കണം വിചാരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മളെ വല്ലാണ്ട് ബാധിക്കും കഴിച്ചു. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പോട്ടെ പുല്ല് എന്നുള്ളൊരു ലെവലിലൊക്കെ നമുക്ക് തോന്നുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികൾക്കിടയിലും ഒരാളിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന, പോസിറ്റീവ്സിനെയൊക്കെ കൂടുതൽ കുറ്റം കണ്ടുപിടിക്കാൻ, നെഗറ്റീവ്സ് കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നെഗറ്റീവ് ഇല്ലെങ്കിലും നെഗറ്റീവ് എന്തെങ്കിലുമൊക്കെ അവർ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഊഹിച്ചെടുക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ആളുകളുടെ അങ്ങനെയുള്ള ആളുകളും കൂടി കാര്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് സോഷ്യൽ മീഡിയ എന്നതാണ് കേസ് പറയുന്നത്. എന്തായാലും മാളവിക അനിൽകുമാറിന് കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്ന കേസ്. ആദ്യമായിട്ടാണ് ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.